റിലേഷൻഷിപ്പിൽ പലരും പറയുന്നൊരു പ്രശ്നമാണ് ഇമോഷണലി അൺഅവൈലബിളായ പാർട്ണറെ പറ്റി. എന്ന് പറഞ്ഞാൽ ഒരു വികാരമുള്ളതായിട്ട് തോന്നുന്നില്ല, വികാരമില്ലാത്ത ബന്ധങ്ങൾ, അല്ലെങ്കിൽ ആ പാർട്ണറിന് നമ്മളോടൊരു ഫീലിംഗ് കിട്ടുന്നില്ല, നമുക്ക് അവരോട് ഫീലിങ്സ് അങ്ങ് കണക്റ്റ് ആവാൻ പറ്റുന്നില്ല. കാര്യം അയാളെല്ലാം ചെയ്തു തരുന്നുണ്ട്, ആവശ്യങ്ങളൊക്കെ നടത്തി തരുന്നുണ്ട്, ചിലപ്പോൾ സെക്സും നടക്കുന്നുണ്ട്, പക്ഷേ അങ്ങോട്ട് ഇമോഷണലി കണക്റ്റ് ആവുന്നില്ല, ഇമോഷണലി കെയർ ചെയ്യുന്നില്ല. അത് പലർക്കും നേരിടുന്നൊരു ബുദ്ധിമുട്ട്. അപ്പോൾ എന്താ സംഭവിക്കുക? ഒരു ബെഡ് കിടന്ന് ഉറങ്ങിയാൽ പോലും അവിടെ ഒരു ലോൺലിനെസ് ഫീൽ ചെയ്യും. വീട്ടിൽ രണ്ടുപേരെ ഉള്ളൂ എങ്കിൽ പോലും അവിടെ ഒരു ലോൺലിനെസ്, അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഒരു റിലേഷൻഷിപ്പിലായി അല്ലെങ്കിൽ ഒരു വിവാഹം കഴിച്ചു, അതിനുശേഷം വീണ്ടും ഇമോഷണലി എലോണായിട്ട് ഫീൽ ചെയ്യുക, ഇമോഷണലി ആരോടൊന്നും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാകുക, വല്ലാതെ സ്ട്രഗിൾ ചെയ്യുക, ഇമോഷണൽ ഇഷ്യൂസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ആളില്ലാണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മളുമായിട്ട് ഇമോഷണലി അറ്റാച്ച് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു റിലേഷൻഷിപ്പ് ആകുന്നത് തന്നെ. റിലേഷൻഷിപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇമോഷണൽ കണക്ഷനാണ്. അത് ഇല്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആയിരിക്കും. എന്തൊക്കെ ആവശ്യങ്ങളുണ്ടെങ്കിലും ഇമോഷണൽ കണക്ഷൻ ആണല്ലോ ഒരു റിലേഷൻഷിപ്പിൻ്റെ മെയിൻ സംഭവം. അത് ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്. അത് പല കാരണങ്ങളുണ്ട്, എന്നാലും ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് അതിലേക്ക് നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ പാർട്ണർക്ക് അങ്ങനെ ഉണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു 4-5 അടയാളങ്ങൾ, സയൻസാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ. ഒന്നാമത്തെ കാര്യം, ഡിഫിക്കൽറ്റി ടു എക്സ്പ്രസ് ഇമോഷൻസ് ആൻഡ് ഇൻറ്റിമസി. അതായത് നിങ്ങളുടെ പാർട്ണർക്ക് നിങ്ങളോട് പ്രേമമുണ്ടെങ്കിൽ, പ്രണയമുണ്ടെങ്കിൽ, ഇഷ്ടമുണ്ടെങ്കിൽ അത് അങ്ങോട്ടേക്ക് എക്സ്പ്രസ് ചെയ്യാൻ അയാൾക്ക് സാധിക്കുന്നില്ല. അയാൾ പ്രണയമുണ്ട്, ഐ ലവ് യു എന്ന് പറയുന്നുണ്ടെങ്കിലും അതിനകത്തൊരു ഇമോഷൻ കിട്ടുന്നില്ല. നിങ്ങളോട് ശരിക്കും ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ടെന്ന് ഇമോഷണലി അയാൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഒരു സെക്ഷുവൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടാൽ പോലും അതൊരു ഇൻറ്റിമസിയുടെ ഭാഗമായിട്ട് നിങ്ങളെ ഫിസിക്കലി സ്നേഹിക്കുന്നതിൻ്റെ കൂടെ ഒരു അടയാളമല്ലേ ഒരു സെക്ഷുവൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. പക്ഷെ അതിലും ഒരു ഇമോഷൻ കിട്ടുന്നില്ല, നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കുന്നതായിട്ട് തോന്നുന്നില്ല. എന്തൊക്കെയോ കാര്യങ്ങൾ അതിനകത്ത് നടക്കുന്നുണ്ട്, മെക്കാനിക്കലായിട്ട് കുറേ കാര്യങ്ങൾ അതിനകത്ത് ചെയ്യുന്നുണ്ട്, കാര്യം കഴിഞ്ഞെല്ലാം നിർത്തി, പക്ഷേ ഒരു ഇമോഷണലി അങ്ങോട്ട് സ്നേഹിക്കുന്നതായിട്ട് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിന് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ അയാളുടെ വിഷമങ്ങൾ, അയാളുടെ പ്രണയം, അതുപോലെയുള്ള അയാളുടെ സ്നേഹത്തിൻ്റെതായ വികാരങ്ങൾ, അത് പോസിറ്റീവോ നെഗറ്റീവോ ആയിക്കോട്ടെ, അയാൾക്ക് ഇമോഷണലി നിങ്ങളടുത്ത് പേഴ്സണലി എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അതൊരു പ്രധാനപ്പെട്ട ഒരു അടയാളമാണ്. രണ്ടാമത്തത്, അൺഅവൈലബിൾ ഫോർ കമ്മിറ്റ്മെൻറ്റ്സ്. നിങ്ങൾക്ക് ചില ആവശ്യങ്ങളുണ്ട്, നിങ്ങളോട് അവർ പറയാം ഓക്കെ നോക്കട്ടെ ചെയ്തു തരാമെന്ന് പറയുന്നു, പക്ഷേ പിന്നീട് അതിനെപ്പറ്റി ഫോളോ അപ്പ് ഒന്നുമില്ല. നിങ്ങളൊരു ആവശ്യം പറയുകയാണ്, ഓക്കെ ഞാൻ നിന്നെ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ വിളിക്കുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പല ആവശ്യങ്ങളും മനസ്സിലാക്കി അദ്ദേഹത്തിന് നിങ്ങളോട് പ്രോമിസ് തരാൻ പറ്റുന്നില്ല, പറയുന്ന പ്രോമിസുകൾ കറക്റ്റായിട്ട് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ കമ്മിറ്റ്മെൻറ്റിനോട് ചിലപ്പോൾ അദ്ദേഹത്തിനൊരു പേടി ഉണ്ടാവാം. നിങ്ങൾ അദ്ദേഹത്തെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുമോ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു തന്നുകൊണ്ടിരുന്നാൽ ഇനി ഇവിടെ എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ഇയാളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ സാധിച്ചു കൊടുക്കേണ്ട അവസ്ഥ വരുമോ, ഇതൊരു കമ്മിറ്റ്മെൻറ്റിൽ എനിക്കൊരു വലിയൊരു റെസ്പോൺസിബിലിറ്റി ആകുമോ എന്നൊക്കെയുള്ള പേടി കൊണ്ടൊക്കെ ആയിരിക്കാം ഒരു കമ്മിറ്റ്മെൻറ്റ് അദ്ദേഹം തയ്യാറാവുന്നില്ല, അല്ലെങ്കിൽ പറയുന്ന കമ്മിറ്റ്മെൻറ്റ്സ് ചെയ്യുന്നില്ല. ഇതൊരു രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട സൈനാണ്. മൂന്നാമത്തത്, ഇൻകൺസിസ്റ്റൻസ് ഇൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് വിളിച്ചു തിരിച്ചു വിളിക്കുന്നില്ല, നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്തു കണ്ടു, കുറേ നേരമായിട്ടും അതിന് റിപ്ലൈ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും സംഭവിക്കുന്നതല്ല കേട്ടോ, കണ്ടിന്യൂസ് ആയിട്ട് പലപ്പോഴും അല്ലെങ്കിൽ മിക്കവാറും അങ്ങനെയാണ്. നിങ്ങളൊരു മെസ്സേജ് അയച്ചാൽ പോലും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല, അയാൾ തിരിച്ചയക്കാൻ സാധ്യതയില്ല കണ്ടാലും എന്നാൽ നിങ്ങൾക്ക് തോന്നുമെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവും. അല്ലാതെ അയാൾ തിരക്കിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് ഒരു മെസ്സേജ് അയച്ചിട്ട് അതിന് റിപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ അത് ഇതിൻ്റെ കാര്യമാണെന്ന് കണക്കൂട്ടരുത് കേട്ടോ. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കമ്മ്യൂണിക്കേഷനിൽ ഇൻകൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ, നിങ്ങളോട് സംസാരിക്കാനായിട്ട് പേഴ്സണൽ സംസാരിക്കാനുള്ള സമയം ഉണ്ടാവില്ല. ഇപ്പം ബെഡ്റൂമിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ യാത്ര പോകുമ്പം പേഴ്സണൽ സംസാരിക്കാൻ സമയം കിട്ടും, അവിടെയും അങ്ങനെ അധികം സംസാരിക്കുന്നില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ അതിനോട് കൃത്യമായി റെസിപ്രൊക്കേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ആവശ്യമുള്ളതൊക്കെ, പക്ഷേ കമ്മ്യൂണിക്കേഷൻ അങ്ങ് പോരാ. അങ്ങനെ ഒരു കൺസിസ്റ്റൻ്റായ, വളരെ ലവിങ് ആയ, അണ്ടർസ്റ്റാൻഡിങ് ആയ, എമ്പതറ്റിക് ആയ കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സൈനാണ്, ഒന്ന് നോക്കി വെച്ചു. നാലാമത്തത്, റിലക്റ്റൻസ് ടു റിസോൾവ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ പല പ്രശ്നങ്ങളുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, നിങ്ങൾ ചില കംപ്ലയിൻസ് പറഞ്ഞിട്ടുണ്ട്, ചില ഇഷ്യൂസ് ഉണ്ട് കുടുംബത്തിൽ. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ അദ്ദേഹം പരിഹരിക്കാനായി തയ്യാറെടുക്കുന്നില്ല, അല്ലെങ്കിൽ അതിന് ഇനീഷ്യേറ്റീവ് എടുക്കുന്നില്ല.
നിങ്ങൾ ഒന്ന് സംസാരിച്ച് തീരുന്ന പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ അതിനെ സോൾവ് ചെയ്യാൻ പല വഴികളുണ്ടാവുമായിരിക്കും. പക്ഷേ അതെങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതിനെ പറ്റി ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നില്ല. അങ്ങനെ കുറേ പ്രോബ്ലംസ് പണ്ട് മുതലേ അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കുറേ പ്രോബ്ലംസ് ഉണ്ട്, അൺറിസോൾവ്ഡ് ആയിരിക്കുന്ന കുറേ ഇഷ്യൂസ് ഉണ്ട്. ഇതെങ്ങനെ ഗോയിങ് ഓൺ ആണ്. അതൊന്നും പരിഹരിക്കുന്നതിനോ അതൊക്കെ ഒന്ന് ബെറ്റർ ആക്കുന്നതിനോ അതൊന്നും ആൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ഇങ്ങനെ അൺറിസോൾവ്ഡ് ആയ ഇഷ്യൂസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ ഇതൊരു സൈൻ ആവാം. അഞ്ചാമത് എക്സസീവ് ഓട്ടോണമി എന്ന് പറഞ്ഞാൽ അയാൾ മുഴുവനായും ഇൻഡിപെൻഡൻ്റ് ആയ ഒരു ലോകത്താണ്. ദാറ്റ്സ് ഓക്കെ. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അയാൾ മുഴുവനായും നിങ്ങളിൽ നിന്ന് മാറിയുള്ള ഒരു ലോകമാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുക. എന്ന് പറഞ്ഞാൽ അയാളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്കൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അയാളുടെ ആവശ്യങ്ങളൊന്നും നിങ്ങളുടെ ഒരു ഹെൽപ്പോ നിങ്ങളുടെ ഒരു പാർട്ടിസിപ്പേഷനോ ഒന്നും ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല എന്താണ് അയാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന്, അയാളുടെ ജീവിതത്തിൽ ആരൊക്കെയുണ്ട്, എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഇതൊന്നും ഇയാൾ ഷെയർ ചെയ്യുന്നില്ല. ഇയാളുടെ ജീവിതം, ഇയാളുടെ വിഷമങ്ങൾ, ഇയാളുടെ സന്തോഷങ്ങൾ, ഇയാളുടെ ബുദ്ധിമുട്ടുകൾ, ഡെയിലി ലൈഫ്, ഇതൊന്നും നിങ്ങൾക്ക് യാതൊരു ക്ലൂവും കിട്ടുന്നില്ല. ഇങ്ങനെ അയാൾ മുഴുവനായും ഇൻഡിപെൻഡൻ്റായി അയാൾ ടോട്ടലി വേറൊരു ലോകത്ത് ജീവിക്കുന്ന പോലെയാണ്, ഒരൊറ്റ ബെഡിലാണ് കിടന്നുറങ്ങുന്നത് എങ്കിലും ഈ ഒരു അവസ്ഥയുണ്ടെങ്കിൽ ഇതൊരു പ്രധാനപ്പെട്ടൊരു സൈനാണ്. ഈ 5 കാര്യങ്ങൾ മാത്രമല്ല, ഇതിൽ കൂടുതൽ കാര്യങ്ങളുണ്ട്. പക്ഷേ ഞാൻ വളരെ ചുരുക്കി പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. എനിക്ക് നിങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാവും. കാരണം നിങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും വല്ലാത്ത ഏകാന്തതയുണ്ടാവും ഇങ്ങനെയൊരു ഇഷ്യൂ ഫേസ് ചെയ്യുന്ന ആളാണെങ്കിൽ. അതുപോലെ നിങ്ങൾക്ക് അതിൻ്റേതൊരു ആങ്സൈറ്റി ഉണ്ടാവാം. ഈ റിലേഷൻഷിപ്പിൻ്റെ ഭാവി എന്താവും, ഇങ്ങനെ പോയാൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കും, ഇങ്ങനെയൊക്കെയുള്ള ടെൻഷൻ ഉണ്ടാവാം. അതുപോലെ നിങ്ങൾക്ക് ഇത് വല്ലാത്തൊരു കൺഫ്യൂഷൻ സൃഷ്ടിക്കാം. ശരിക്കും നിങ്ങൾ സ്നേഹമുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷൻ സൃഷ്ടിക്കാം. അതുപോലെ നിങ്ങൾക്കൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കാം ഇതുകൊണ്ട്. കാരണം നിങ്ങളുടെ ഇമോഷണൽ നീഡ്സ് ഫില്ലാവുന്നില്ല. എന്തൊക്കെ ആവശ്യങ്ങൾ ഫില്ലായാലും അല്ലെങ്കിൽ ലൈംഗിക കാര്യങ്ങൾ നടന്നാലും നമ്മുടെ ഇമോഷണലി ഉള്ള നീഡുണ്ട്. നമ്മുടെ സ്നേഹം, നമുക്ക് കെയർ, അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ, ഇൻറ്റിമസി, ഇതൊക്കെയാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് ഇമോഷണലായ അത്ര നീഡ് ഫില്ലാവുന്നില്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. അതൊക്കെ നമ്മളെ വല്ലാതെ നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെ ഇത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളിത് അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. പ്രധാനമായും 3 കാര്യങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ അദ്ദേഹത്തോട് തുറന്ന് സംസാരിക്കുക. വളരെ അസർട്ടീവായി, വളരെ ഓപ്പണായിട്ട് സംസാരിക്കുക. അത് ഒരു കുറ്റപ്പെടുത്തലാവോ അല്ലെങ്കിൽ ഒരു കളിയാക്കൽ പോലെയോ നിങ്ങൾ അവരെ ട്രിഗറാക്കുന്ന വിധത്തിലോ ഒന്നും ആവരുത്. അല്ലാതെ അദ്ദേഹത്തിൽ പറയും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, എനിക്കൊരു സമയം തരാമോ. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുമ്പം നമുക്ക് കുറച്ച് സമയമൊക്കെ വേണമല്ലോ. അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോഴോ ഒന്നും അല്ലല്ലോ സംസാരിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഒരു സമയം ചോദിക്കുക. അദ്ദേഹത്തിന് നിങ്ങളോട് സ്നേഹമുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സമയം തരും, ഓക്കെ, സംസാരിക്കാനായിട്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് തോന്നുന്ന ഫീലിങ്സ് പറയും. എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്, ഇന്ന വിഷമങ്ങൾ എനിക്കുണ്ട്, എനിക്ക് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്, ഇതൊക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, പക്ഷേ ഇതൊക്കെയാണ് എനിക്കിപ്പോൾ ഞാൻ അനുഭവിക്കുന്നത്, ഇതിനെപ്പറ്റി നിങ്ങളൊന്ന് തുറന്നു പറയുക. അപ്പോൾ അദ്ദേഹത്തിന് അതൊരു ഐ ഓപ്പണിംഗ് ആയിരിക്കും. ചിലപ്പോൾ അദ്ദേഹത്തിന് അറിവില്ലാത്തതുകൊണ്ടായിരിക്കും നിങ്ങളെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്, നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷണൽ നീഡ് എന്തൊക്കെയാണ്, അതൊക്കെ അദ്ദേഹത്തിന് അറിയില്ലാത്തതുകൊണ്ടായിരിക്കും. റിലേഷൻഷിപ്പിൽ അങ്ങനെ വലിയ എക്സ്പീരിയൻസ് ആയിട്ടൊന്നും അല്ലല്ലോ ആൾക്കാർ റിലേഷൻഷിപ്പിലാകുന്നത്, അല്ലേ? എനിക്ക് പല റിലേഷൻഷിപ്പിൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ റിലേഷൻഷിപ്പിൽ അദ്ദേഹത്തെ കൂട്ടോ ഇല്ല. പക്ഷേ ഒരു ജോലിക്ക് എക്സ്പീരിയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. റിലേഷൻഷിപ്പ് അങ്ങനെയല്ല. പക്ഷെ അദ്ദേഹം അതുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ നിങ്ങളോട് എങ്ങനെയാണ് റിലേഷൻഷിപ്പിൽ കൂടുതൽ ഇൻറ്റിമേറ്റായി നന്നായി ജീവിക്കണം അദ്ദേഹത്തിനും അറിയില്ല. ചിലപ്പോൾ അറിവ് കുറവുണ്ടായിരിക്കും. നിങ്ങൾ ആ ഒരു ഓപ്പൺ ഡിസ്കഷൻ വളരെ നല്ലതായിരിക്കും. രണ്ടാമത്തത്, ഇത് നിങ്ങളെ ഗൗരവമായി ബാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണണം, 2 പേരും ഒന്നിച്ച്. കാരണമുണ്ട്, നിങ്ങളുടെ പേഴ്സണാലിറ്റി, ഈ നിങ്ങൾ പറഞ്ഞൊരു ഇഷ്യൂ അതൊക്കെ അദ്ദേഹത്തിന് ഒരു പഠനത്തിന് അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ അസസ്മെൻറ്റിന് വിധേയമാക്കേണ്ടതുണ്ട്. അങ്ങനെയാകുമ്പോൾ അദ്ദേഹത്തിന് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഇത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ കപ്പിൾ റിലേഷൻഷിപ്പിൻ്റെ ഉള്ളിലുള്ള ഈ കപ്പിൾ ഡൈനാമിക്സിൻ്റെ ഇഷ്യൂ ആയിരിക്കാം, നിങ്ങളുടെ കപ്പിൾ ഇൻട്രാക്ഷൻ, അതിലെ ചില ഇഷ്യൂസ് ആയിരിക്കാം. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ പേഴ്സണാലിറ്റിയിൽ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടാവാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെൻ്റൽ ഹെൽത്തിൽ കുറച്ചും കൂടെ ഒരു സപ്പോർട്ട് നിങ്ങളുടെ പാർട്ട്ണറിന് ആവശ്യമുണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾക്കും അതിലോട് എങ്ങനെയാണ് അത് സഹകരിക്കേണ്ടത് എന്നുള്ള ഒരു അറിവ് ആവശ്യമുണ്ടാവാം. ഇതൊക്കെ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് വളരെ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഇത് നിങ്ങളെ വളരെ ഗൗരവമായി ബാധിക്കുന്നുണ്ടെങ്കിൽ. മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് കെയർ നിങ്ങൾ നോക്കുക എന്നുള്ളതാണ്. ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം മുഴുവനായും തീരുമാനിക്കുന്ന കാര്യം ഒന്നുമല്ല. ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അപ്പോഴേ തകർന്ന്
വല്ലാതെ നിരാശയിലായി വിഷാദത്തിലാകേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങൾക്ക് ഇതൊരു കാര്യമായിരിക്കാം, പക്ഷേ ഇത് മാത്രമല്ലല്ലോ ജീവിതത്തിൽ പല കാര്യങ്ങളില്ല. അപ്പം നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായി നിങ്ങൾ പോസിറ്റീവായ ഡിസ്ട്രാക്ഷൻസ് ഫൈൻഡ് ചെയ്യുക. നിങ്ങൾ കുറച്ച് ഇത് തന്നെ ആലോചിച്ചിരിക്കാതെ, ഇത് മാത്രമായിട്ട് മനസ്സ് അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തിരിക്കാതെ മറ്റു പല കാര്യങ്ങളിലും നിങ്ങൾ കൂടുതൽ എൻഗേജ് ചെയ്യുക. പ്രത്യേകിച്ച് നിങ്ങൾക്ക് എക്സസൈസുകളൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ നിങ്ങൾ നന്നായിട്ട് ഭക്ഷണവും ഉറക്കവും ഒക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. കാരണം ഇതുമൂലം നിങ്ങളുടെ ഉറക്കമൊക്കെ ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കാം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ടുള്ള നിങ്ങളുടെ സോഷ്യലൈസേഷൻ ഇമ്പ്രൂവ് ചെയ്യുക. കാരണം നമ്മൾ സ്ട്രെസ്ഡ് ആകുമ്പം നമ്മൾ കൂടുതൽ എലോൺ ആവാനുള്ള ടെൻഡൻസി ഉണ്ടാകും. അതൊക്കെ നമ്മളൊന്ന് മാനേജ് ചെയ്യുക. ഓക്കെ, ഏതായാലും ഇത് നന്നായിട്ട് ഫേസ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് നിങ്ങൾ മാത്രമല്ല, ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഇഷ്യൂ തന്നെയാണ്. പക്ഷേ പലരും ഇതിന് പരിഹാരം തേടി പോവാറില്ല, സപ്രസ് ചെയ്ത് ജീവിക്കുക ചെയ്യുന്നത്. ഏതായാലും ഇങ്ങനെയൊക്കെ ആയി, എങ്ങനെയെങ്കിലും പോട്ടെ, ഈ വണ്ടി പോകുന്നോടം വരെ പോട്ടെ എന്നോർത്തുകൊണ്ട് കൊണ്ടുപോകുന്നവരാണ് പലരും. പക്ഷേ സൊല്യൂഷൻ ഉണ്ടായ നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ കൂടെ, നിങ്ങളുടെ പാർട്ട്ണറുടെ കൂടെ കുറച്ചും കൂടെ നല്ല സന്തോഷമുള്ള ഇൻറ്റിമേറ്റായ ഒരു ലവ് ലൈഫ് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ പാർട്ണറെ സഹായിക്കാൻ പറ്റും. നിങ്ങൾക്കും അതിൽ സന്തോഷിക്കാൻ പറ്റും. ഇതൊക്കെ പോസിറ്റീവായ കാര്യമല്ലേ. നമുക്ക് അതുകൊണ്ട് ഇതിൻ്റെ സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യാം. ഓക്കെ, ബൈ.